ഓക്കെ ഓക്കെ. അമ്മാന്റെ കറിക്ക് നല്ല മണമുണ്ട് കേട്ടോ. മകനെ, ഇത് ഇന്ത്യയുടെ ഭൂപടം. ഇത് എന്തോന്നല്ലേ, ഇത് മാപ്പ് ഉണ്ടാക്കണം നീ. നീ പരത്തി ശരിയായില്ലേ? പിന്നെ കുറച്ച് എണ്ണ എടുത്താണ് അങ്ങോട്ട്. ഒവ്വ, എണ്ണയുടെ കുഴപ്പമൊന്നുമല്ല. നിനക്ക് സത്യത്തിൽ നീ അടുക്കള കയറിയിട്ടുണ്ടാണ്. ഞാൻ പറഞ്ഞ ജോലി കൃത്യമായിട്ട് നീ അത് മാറ്റി ഞെട്, അത് ഞെട്. അല്ലല്ല, ഇത് എളുപ്പ പണി ഉണ്ടായിരുന്നു. ഓ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇനി നമ്മളിങ്ങനെ നീ ചാണാൻ പൊഴിയണം. കറി തിളച്ചടാ. കറി തിളച്ച് ഇവിടെ പോയിരുന്നു. രണ്ട് രമ്പയും കൂടി ഇടാം. ഇനിയിപ്പോ രമ്പേ പോയി കൊണ്ടുവരണമെങ്കിൽ പക്ഷേ തമിഴ്നാട്ടിൽ പോകണം. നല്ല അസല് മണം. അമ്മാവൻ പുറത്തൊന്നും ഇറങ്ങരുത്. ബംഗാളികൾ കണ്ടാ പൊക്കിക്കൊണ്ടുപോയി പൊട്ടറ്റ കറി വെക്കാനായിട്ട്. കിഴങ്ങ് കറിക്ക് വെക്കാൻ വേണ്ടി ഒരു കിഴങ്ങ്. ജലദോഷോ? 10 മണിക്കാ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഓ കുട്ടികളോ അളിയ, അതിന് നോവൂല. നീ അങ്ങോട്ടൊന്ന് അമർത്തി പരത്തലേ. അടുത്തോ ക്യാച്ച്. ഇതിങ്ങനെ പരത്തി വെച്ച പോലെ ചുടണ്ടേ? എന്റെ കറി ആയി തുടങ്ങിട്ടാ. അതെ, വേറെ കാര്യം അറിയാ, കറി തിളയ്ക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നല്ല എന്റെ വീട്ടില് ഇന്നേ വരെ തങ്ക ഇത്രയും വൃത്തിയായിട്ടൊരു കറി വെക്കണം ഞാൻ കണ്ടിട്ടില്ല. സത്യം. ജമന്തിയാണ് പിന്നെ ഇതൊന്നും അറിഞ്ഞേ കൂടാ. അഴകേശം വെച്ച കറിയാണത്. അതൊരു അഴകുണ്ടല്ലേ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അതെ, എനിക്ക് സംശയം ഉണ്ട് കേട്ടാ. ഇതൊക്കെ വെക്കാൻ അറിയാമല്ല. ആരെങ്കിലും ആയിട്ട് സൗഹൃദമല്ലോ ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടെ. ഇടയ്ക്കിടയ്ക്ക് മറ്റേ സിനിമയില് ഇന്നസെന്റ് പോകും കണക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട്. കനക, കിഴങ്ങ് ഉടയണ്ട. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. നിർത്തിക്കോ, പാകായി. ഇതെല്ലാം കണക്കാണോ? ഉപ്പും മുളകും പൊടി. ഇവിടെ ഒരു ശരിക്കൊരു ഭണ്ടാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് കണ്ടാ പിടിക്കും. ഭണ്ടാരോ? അല്ലടാ, വെപ്പുകാരൻ, ഭക്ഷണം പാകം ചെയ്യുന്ന ആള്. ഇതിന്റെ മണം കേട്ടാ അറിയാം. അടാ, ഉപ്പ് കറക്റ്റാണ്, മുളക് കറക്റ്റാണ്, എല്ലാം റെഡിയാ. ശരിയാട്ടോ. പക്ഷെ പൊട്ടല് ഉടയല്ലേ ഇതൊക്കെ. ഇവളുമാര് വെക്കുമ്പോ ഉടച്ച് അതിനെ ഇതിങ്ങനെ ഇങ്ങനെ കഴിക്കണല്ലേ നമുക്ക്. നോക്ക് എനിക്കൂടെ താടെ. ഞാൻ എപ്പോഴേ ഒരു കൂട്ടി ഒരു ചപ്പാത്തി കഴിക്കാൻ വേണ്ടി. എന്റെ മണം കേട്ടാ അറിയാം, എന്റെ നിറം കണ്ടാ അറിയാം. ഗ്യാസും പോയി. ഒന്നാമത് നിങ്ങൾ വെല്ലുവിളിക്കരുത് ഈ പെണ്ണുങ്ങളെ. അവർക്കുള്ള കൈപ്പുണ്യൊന്നും നമുക്ക് പറ്റില്ല. ഇതിനൊക്കെ പെണ്ണുങ്ങളെ തന്നെ പറ്റൂ. രണ്ടമ്മാവന്റെ വർത്താനം പറയരുത് കേട്ടോ. അവിടെ നിന്ന് വലിയ ആളായി വെല്ലുവിളിച്ച് ഞങ്ങളെ കൂടെ ഇളക്കി തിരിച്ചിട്ട്. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും നിന്നപ്പോ ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. അറിഞ്ഞൂടാത്ത പണിക്ക് ഇറങ്ങരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിനി അവര് ഒരു നേരം ആഹാരം തരുമെന്ന് എനിക്ക് വേണ്ട. ആ രീതിക്കാണ് അവളിന്ന് പറഞ്ഞത്. അവര് തിന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കേണ്ടി വരും. ബിരിയാണി മാത്രം. ഇനിയിപ്പോ ഇതിന്റെ പേരൂടെ പറയാൻ പറ്റില്ല. ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. എന്ത് വൃത്തിയാക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും? എന്ത് ചെയ്യപ്പനി അതിൽ വേറെ എന്തെങ്കിലും കൂട്ടാൻ പറ്റുമോ? ഇതൊക്കെ ഓഫ് ചെയ്യും. അത് ഇതിനൊരു തീരുമാനം ആവട്ടെ. എന്താ ഒരു കാര്യം ചെയ്യാം, നമ്മൾ തോക്കാൻ പാടില്ലല്ലോ. തോക്കാൻ പാടില്ല. എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ചപ്പാത്തി പരത്തി റെഡി ആയിക്കോ. ചപ്പാത്തിയിൽ കൈ വെച്ച് ഞാൻ പരത്തി ചുറ്റോളാം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അളിയ ആ പാത്രം മറ്റേ ചെറിയ പാത്രം അത് കൈ വെച്ചേക്കാനല്ലോ. കൈ പൊള്ളും. ഇനി അമ്മാവൻ തൊടണ്ട, തൊട്ടത്തോളം മതി. എന്ത് ചെയ്യുമെന്നാലോചിക്കാം. അല്ല, ഞാൻ പുറത്തേക്ക് പോയ സമയത്ത് നിങ്ങൾ മുളക് പൊടി ഒപ്പം അധികം ഇട്ടില്ലേ? തലമുടക്കോട് വെച്ചാൽ ഞാൻ നിങ്ങൾ ചപ്പാത്തി എടുത്തിക്കോ. ചപ്പാത്തി ഞാൻ പരത്തിക്കോളാം. അമ്മാവൻ തുറന്ന ഇവിടെ മിണ്ടാ. ബാക്കിയകത്ത് മാവ് എടുത്ത് വെച്ചോട്ടോ. മിണ്ടായിരിക്കണോ? എടി വെച്ചേ, ചായ നമുക്ക് കഴിക്കാറാൻ വിടാം അല്ലേ? അത് മതിയല്ലേ, തണുത്തു പോയാല്. അതൊന്ന് തട്ടിയിട്, അതൊന്ന് തട്ടിയിട്. ഗ്യാസിന്റെ അടി അടച്ചോന്ന് നോക്കിയേക്കെ. അടച്ചോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? കഴിഞ്ഞില്ലേ?
ഒരു തങ്കം ഒരു തങ്കം ആ ക്ലീറ്റോടെ കണ്ണിൽ എന്ത് മുളകൊടിയാണ്ട് വീണ് അയ്യോ മോന്നെടി